ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഉറപ്പായി. മന്ത്രിമാരുടെയും MLA-മാരുടെയും കൈയും കാലും പിടിച്ചാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? വൈവിധ്യങ്ങളെ, അതുപോലെ തന്നെ സാംസ്കാരിക വൈവിധ്യങ്ങളും ഒക്കെ നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിന്റെയൊക്കെ പ്രതീകമാണ് കാസർഗോഡും തൃക്കരിപ്പൂരും. തീർച്ചയായിട്ടും ആ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഈ മനോഹരമായ നാട്ടിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇവിടെയുള്ള ആളുകൾ അവരിൽ ഒരാളായിട്ട് എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഈ സ്വീകരണം കൊണ്ട് നമ്മൾ കാണുന്നത്. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. ഈ തൃക്കരിപ്പൂരിനെ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തെ ഒരു ഇരുണ്ട ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് വന്നിട്ടുള്ളത്. കേൾക്കാൻ നല്ല രസമുണ്ട്. തൃക്കരിപ്പൂരിലെ ജനങ്ങൾ, ഇവിടുത്തെ CPM പ്രവർത്തകരടക്കമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദുർഭരണം ഇവിടെ അവസാനിക്കണം. എന്താ എന്റെ ഉദ്ദേശം? തൃക്കരിപ്പൂരിലെ ജനങ്ങൾ, ഇവിടുത്തെ CPM പ്രവർത്തകരടക്കമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദുർഭരണം ഇവിടെ അവസാനിക്കണം. വികസനത്തിന്റെ വെള്ളി വെളിച്ചം തൃക്കരിപ്പൂരിലേക്ക് കടന്നു വരണം. നീ തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ. ഞാൻ പോകുന്നു. ബൈ ബൈ.